ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ ഗംഗുവ കണ്ടിട്ട് വരികയാണ്. സത്യം പറഞ്ഞ ഈ സിനിമ കണ്ട് എൻ്റെ കിളി അങ്ങ് പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാലോ, ഇതുപോലൊരു തല്ലിപ്പൊളി സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് തല്ലിപ്പൊളി. ഒരു കഥയില്ല, ഒരു ലോജിക്കില്ല. സൂര്യനെ പോലെ ഒരു വ്യക്തി എങ്ങനെ ഇത് അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിലൊരു കൊച്ചിൻ്റെ കഥാപാത്രം വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് പോലും അതിൻ്റെ അഭിനയവും അതിൻ്റെ ആക്ടിങ്ങും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, വെറുപ്പിക്കലാണ്. ഇത് സിനിമ ഇട്ടപ്പോൾ മുതൽ ലാസ്റ്റ് വരെ ആ കൊച്ചിനെ പല സീനറുമായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കണം. നാലഞ്ച് ഇതൊക്കെ വെറുപ്പിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ, എമ്മാര് വെറുപ്പിക്കല്. അത് പോട്ടെ, 1000 കാലഘട്ടങ്ങളിൽ 1070 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ 2024 കാണിക്കുന്നുണ്ട്. ഈ 2024 കാണിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ സൂര്യയ്ക്ക് വന്നിട്ട് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യയ്ക്ക് നായയിക്കും ഈ അവിടുത്തെ വില്ലന്മാരെ പിടിച്ചു കൊടുക്കുക പോലീസിന്. അപ്പോൾ വലിയ ബിറ്റ് എന്താണെന്നറിയോ, ഈ പോലീസുകാരൻ യൂറോപ്പിൽ നമ്മുടെ ഇന്ത്യൻ കാക്കിയിട്ട് ഈ പൊട്ടന്മാർക്ക് ഇത്രയും ബോധമല്ല അതിനെടുക്കുന്നത്. യൂറോപ്പിൽ നമ്മുടെ ഇന്ത്യൻ കാക്കിയിട്ടാണ് പോലീസ് വന്ന് നിൽക്കുന്നത്. വലിയൊരു ഉദ്യോഗസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഐഡിയ ഇല്ലാതെ ബുദ്ധിയില്ലാതെ പെട്ടെന്ന് ആ സീൻ എടുത്തു പോയതാണ് കേട്ടോ ആ സംഭവം. അങ്ങനെ അയാൾ വന്ന് പൈസ കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു പോലീസ് കാണിക്കുന്നല്ലോ. അപ്പോൾ ആ പോലീസ് വന്നിട്ട് ഇന്ത്യൻ്റെ യൂണിഫോം ഇട്ടിട്ട്, യൂറോപ്പിലെവിടെ ഇന്ത്യൻ യൂണിഫോം ഇട്ടിട്ട് പോലീസ് വരുന്നത്. അങ്ങനെ ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു തല്ലിപ്പൊളി സിനിമ. എന്താ പറയുക, 2 മണിക്കൂറും 15 മിനിറ്റ് ഇരുന്ന് കണ്ട് വെറുത്തുപോയി. സിനിമ കഴിഞ്ഞിട്ട് വരിക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സിനിമ ആരെങ്കിലുമൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ബുദ്ധി അയച്ച് മാറ്റി വെച്ചിട്ട് പോവുക. ലോജിക്കൊന്നും ഉണ്ടാവില്ല. ഈ സിനിമ വന്ന് എങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പബ്ജി ഗെയിമൊക്കെ കാണുമല്ലോ, നമ്മൾ ഈ ഗെയിമൊക്കെ കാണില്ലേ, ഒരു 2 മണിക്കൂർ നിങ്ങൾ ഗെയിം കാണുന്നതായിട്ട് വിചാരിച്ച് പോയിരിക്കുക. അതാണ് സിനിമ. പിന്നെ സൂര്യൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കഥയും ലോജിക്കും ഇല്ലാതെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് നടന്നിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തിയേറ്ററിൽ ഇരുന്നിട്ട് കഴിഞ്ഞ്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ബഹളം, മ്യൂസിക് നന്നായി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിക്കും, അപ്പോൾ നമ്മൾ ആ സിനിമ കാണുമ്പോൾ മ്യൂസിക് കാണുന്നില്ല, ട്രെയിലറൊക്കെ ഇട്ടപ്പോൾ ആ ഒരു മ്യൂസിക് അത് ലാസ്റ്റ് വരെയുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ത്രില്ലടിക്കാം. പക്ഷേ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ കണ്ടിട്ട് പറയുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അത്രയ്ക്കും എന്താ പറയുക, പറയാനില്ല. അത്രയും തല്ലിപ്പൊളി ഒരു സിനിമയായി പോയി. ഇതിന് വലിയ ബിറ്റ് എന്താണെന്നറിയോ, ഇതിൻ്റെ 2ാം ഭാഗം വരുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിച്ചിരിക്കുന്നത്. സൂര്യനെ പോരാതെ തൊട്ട് സൂര്യൻ്റെ അനിയൻ കാർത്തിക്കും ലാസ്റ്റ് വരുന്നത്. അയ്യോ, അത് വന്നിട്ട് വെറുപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റം അങ്ങ് പോയി. സൂര്യക്കും കാർത്തിക്കിനും നാണക്കേടുണ്ടാക്കാൻ പറ്റിയ സിനിമയായിപ്പോയി. എന്തായാലും ഒരു ലൈഫിലൊരു 2-2.25 മണിക്കൂർ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. അപ്പോൾ സിനിമ കാണുന്നവർക്ക് കാണാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.